നമസ്കാരം. യുദ്ധത്തിന്റെ ഗന്ധം ആകാശത്ത് നിറഞ്ഞു കഴിഞ്ഞു. ഏത് നിമിഷവും ലോകത്തിനെ മുഴുവൻ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മിസൈൽ മഴ വർഷിച്ചു തുടങ്ങും. 1979 വിപ്ലവത്തിനു ശേഷം രാജ്യം കണ്ട ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്താനുള്ള കർശന നടപടികളുമായി ഇറാൻ ഭരണകൂടം മുന്നോട്ട് പോകവേ 24 മണിക്കൂറിനകം ഇറാനിൽ US ആക്രമണം ഉണ്ടായേക്കാമെന്ന അഭ്യൂഹം ശക്തമായി കഴിഞ്ഞു. ഇറാനിൽ സൈനിക നടപടിക്ക് ട്രംപ് ഉറപ്പിച്ചെന്നും എങ്ങനെ എപ്പോൾ എന്നു മാത്രം തീരുമാനിച്ചാൽ മതിയെന്നും ഇസ്രായേൽ കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് ഉൾപ്പെടെയുള്ള വിദേശ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്യുന്നത് തുടർന്നാൽ സൈനിക നടപടി ഉണ്ടാകുമെന്ന് പലവട്ടം ട്രംപ് ഇറാന് താക്കീത് നൽകിയിരുന്നു. അമേരിക്ക ഇറാൻ സംഘർഷം ഇനി വെറും നയതന്ത്ര വാക്കേറ്റങ്ങളിലോ ഭീഷണിപ്പെടുത്തലുകളിലോ ഒതുങ്ങുന്നില്ല എന്ന കാര്യം ഇതോടെ ഉറപ്പായി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് സൈനിക യുദ്ധത്തിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ പശ്ചിമേഷ്യ വീണ്ടും ഒരു മഹാവിനാശത്തിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുകയാണ്. ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകാമെന്ന അഭ്യൂഹങ്ങൾ ലോക വിപണികളെയും ഭരണകൂടങ്ങളെയും ഒരുപോലെ നടുക്കുന്നു. ഇറാനെ ലക്ഷ്യമിട്ടുള്ള അമേരിക്കൻ നീക്കം യാഥാർത്ഥ്യമായാൽ അതൊരു രാജ്യത്തോടുള്ള ആക്രമണം മാത്രമല്ല, അത് ആഗോള സമത്വത്തിനുമേൽ വീഴുന്ന ആണവ ദുരന്തത്തിന് തുല്യമായ അടിയായിരിക്കും. പ്രക്ഷോഭത്തിന്റെ സ്ഥിതി, യഥാർത്ഥ മരണസംഖ്യ തുടങ്ങിയ വിവരങ്ങൾ ശേഖരിക്കാൻ ട്രംപ് സുരക്ഷാ ക്യാബിനറ്റിനെ ചുമതലപ്പെടുത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അണുനയവുമായി ഖത്തർ രംഗത്തുണ്ടെങ്കിലും US ഇറാൻ നയതന്ത്രതല ചർച്ചകൾ നിർത്തിവെച്ചത് സംഘർഷ ഭീതി വർദ്ധിപ്പിക്കുന്നു. അതിനിടെ ഇറാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ഇടപെടൽ പാടില്ല എന്ന് റഷ്യയും ചൈനയും ആവശ്യപ്പെട്ടു. US വിഷയത്തിൽ ഇറാൻ ഉന്നത സുരക്ഷാ കൗൺസിൽ സെക്രട്ടറി അലി ലാരിജാനി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ താനിയുമായി ചർച്ച നടത്തി. ഇറാൻ വിദേശകാര്യമന്ത്രി തുർക്കി UAE വിദേശകാര്യ മന്ത്രിമാരുമായും ചർച്ച നടത്തി. പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 18,137 പേർ അറസ്റ്റിലായെന്നാണ് US ആസ്ഥാനമായ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ റിപ്പോർട്ട്. ഈ സംഘർഷത്തെ കൂടുതൽ അപകടകരമാക്കുന്നത് റഷ്യയും ചൈനയും തുറന്ന യുദ്ധവിരുദ്ധ നിലപാടുകൾക്ക് പിന്നിൽ സ്വന്തം തന്ത്രലാഭങ്ങൾ കണക്കാക്കി അമേരിക്കയോട് മൗന പിന്തുണ നൽകുന്നുവെന്ന തരത്തിലുള്ള ചർച്ചകളാണ്. ലോകം 2 ധ്രുവങ്ങളായി വിഭജിക്കപ്പെട്ട ഈ ഘട്ടത്തിൽ ഓരോ രാജ്യവും സ്വന്തം സാമ്പത്തിക സൈനിക നേട്ടങ്ങൾ മാത്രം കണക്കാക്കുമ്പോൾ സാധാരണ മനുഷ്യൻ യുദ്ധത്തിന്റെ ഇന്ധനമായി മാറുകയാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ അത് പശ്ചിമേഷ്യയെ മാത്രമല്ല കത്തിക്കുക, ഊർജ വിതരണ ശൃംഖല തന്നെ തകർന്നു വീഴും. എണ്ണവില കുതിച്ചുയരും. വികസന രാജ്യങ്ങൾ ശ്വാസം മുട്ടും. ലോകം ഒരു പുതിയ മാന്ദ്യത്തിലേക്ക് തള്ളപ്പെടും. ഇത് വെറും ട്രംപിന്റെ ഒരു രാഷ്ട്രീയ ചൂതാട്ടമാകാമെന്ന വാദവും ശക്തമാണ്. ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ദേശീയ സുരക്ഷ എന്ന മുദ്രാവാക്യം ഉയർത്തി ഒരു യുദ്ധം സൃഷ്ടിക്കുക, ഇത് അമേരിക്കൻ ചരിത്രത്തിൽ പുതിയതല്ല. എന്നാൽ ഇത്തവണത്തെ വ്യത്യാസം എതിരാളി ഇറാൻ ആയതിനാലാണ്. ഇറാൻ വീണാൽ അതിന്റെ പ്രതികാരം പ്രദേശമൊട്ടാകെ തീ പടരുന്ന രീതിയിലായിരിക്കും. ഹോർമുസ് കടലിട് കടഞ്ഞാൽ ലോക സാമ്പത്തിക വ്യവസ്ഥയുടെ നാടി മുറിയപ്പെടും. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം സംഭവിച്ചാൽ എന്താകുമെന്ന ചോദ്യം ഇനി സങ്കല്പമല്ല, അത് അടിയന്തരമായ ഒരു മുന്നറിയിപ്പായി മാറുകയാണ്. അമേരിക്ക ഇറാൻ യുദ്ധം യാഥാർത്ഥ്യമായാൽ ലോകം കാണുക ഒരു പരിമിതമായ സൈനിക ഏറ്റുമുട്ടലല്ല, മറിച്ച് നിയന്ത്രണം വിട്ട ഒരു വൻ ദുരന്തമായിരിക്കും. ആദ്യ മിസൈൽ പതിക്കുന്ന നിമിഷം മുതൽ നയതന്ത്രം മരിക്കും. മനുഷ്യാവകാശം മൗനമാകും. സാമ്പത്തിക തുലനം തകർന്നു വീഴും. പശ്ചിമേഷ്യയിൽ നിന്ന് ഉയർന്ന തീ യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കും അമേരിക്കയിലേക്കും ഒരുപോലെ പടരും. ആരും അതിൽ സുരക്ഷിതരായിരിക്കില്ല. ആക്രമണകാരനും ഇരയും ഒരുപോലെ കത്തിച്ചാമ്പലാണ്. ഇറാൻ ആക്രമിക്കപ്പെട്ടാൽ രാജ്യം കീഴടങ്ങുമെന്ന് കരുതുന്നത് അപകടകരമായ ഭ്രമമാണ്. മറിച്ച് പ്രോക്സി യുദ്ധങ്ങൾ, കടൽമാർഗ ആക്രമണങ്ങൾ, സൈബർ യുദ്ധങ്ങൾ, ആണവ ഭീഷണികൾ വരെ ലോകം അഭിമുഖീകരിക്കേണ്ടി വരും. റഷ്യയും ചൈനയും തുറന്ന യുദ്ധത്തിലേക്ക് കടക്കാതിരുന്നാലും ഈ അസ്ഥിരതയെ അവർ സ്വന്തം തന്ത്രങ്ങൾ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഫലം അമേരിക്കൻ ആധിപത്യത്തിനൊപ്പം തന്നെ ആഗോളക്രമവും തകരും. ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ സൈനികർ മാത്രമല്ല, സാധാരണ ജനങ്ങൾ കൂടിയാണ്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം, അഭയാർത്ഥി പ്രവാഹം, ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധി ഇവയെല്ലാം ഒരു യുദ്ധത്തിന്റെ പാർശ്വഫലങ്ങളല്ല, മറിച്ച് അതിന്റെ മുഖ്യ ഫലങ്ങളാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പോലും ഈ ചുഴലിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല. എണ്ണവില ഉയർന്നാൽ രൂപയുടെ മൂല്യം പോലും ദുർബലമാകും. ജനജീവിതം കൂടുതൽ പ്രയാസമാകും. അതുകൊണ്ട് അമേരിക്ക ഇറാൻ യുദ്ധം സംഭവിച്ചാൽ ആരാണ് ജയിക്കുക എന്ന ചോദ്യം അർത്ഥശൂന്യമാണ്. ഇവിടെ ജയിക്കുന്നവരില്ല, തോൽക്കുന്ന ഒരു ലോകം മാത്രമേ ഉണ്ടാവൂ. യുദ്ധം ഒരു ഓപ്ഷനായി തുടരുന്ന ഓരോ നിമിഷവും മനുഷ്യകുലം തന്നെ തോൽവിയിലേക്ക് ഒരു പടി കൂടി നീങ്ങുകയാണ്. ചരിത്രം വീണ്ടും തെളിയിക്കും, ബോംബുകൾക്ക് സമാധാനം സൃഷ്ടിക്കാൻ കഴിയില്ല. അവയ്ക്ക് കഴിയുന്നത് ലോകത്തെ കൂടുതൽ ഇരുണ്ടതാക്കാനാണ്.